35 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITI അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾസ് തുടങ്ങിയ 5 ട്രെയിനിങ്ങുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITI കല്ലേപ്പാടം, പഴയന്നൂർ. KSU ചേലക്കര നിയോജക മണ്ഡലം പ്രസിഡന്റായി സൂരജ് P ചുമതല ഏറ്റെടുത്തു. KSU ചേലക്കര നിയോജക മണ്ഡലം പ്രസിഡന്റായി സൂരജ് P ചുമതലയേൽക്കുകയും KSUവിന്റെ 68ാം ജന്മദിനാഘോഷം നടത്തുകയും ചെയ്തു. മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് അലവി ദേശമംഗലം അധ്യക്ഷത വഹിച്ചു. മുഴുവൻ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന അവകാശങ്ങൾ നേടിയെടുത്ത പ്രസ്ഥാനം കേരള വിദ്യാർത്ഥി യൂണിയൻ അതിന്റെ 68ലേക്ക് എത്തി നിൽക്കുകയാണ്. ഇന്നും 68ന്റെ കിടപ്പിലല്ല, 16ന്റെ ചുറുചുറുക്കിലാണ് KSU എന്നുറക്കെ വിളിച്ചു പറയാൻ നാം ഓരോരുത്തരും ഈ അവസരത്തിൽ തയ്യാറാകും. പ്രിയപ്പെട്ട കേരള വിദ്യാർത്ഥി യൂണിയന്റെ സ്ഥാപക നേതാക്കൾ ജോർജ് തരകനും AK ആന്റണിയും വയലാർ രവിയും ഉമ്മൻചാണ്ടിയും ഉൾപ്പെടെയുള്ളവർ നമുക്ക് നൽകിയിട്ടുള്ള പ്രസ്ഥാനത്തിന് നൽകിയിട്ടുള്ള ഈ കൃഷികാങ്കിതമായ നീല പതാകയെ നമ്മൾ നെഞ്ചേറ്റിക്കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഏറെ ഉത്തരവാദിത്വത്തോടുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരൻ സഹപ്രവർത്തകൻ വ്യാസകോളേജിലെ മുൻ KSU ഭാരവാഹി കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട സൂരജ് ഇന്നിവിടെ ചേലക്കര നിയോജകമണ്ഡലം പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുകയാണ്. കേവലം ഒരു അലങ്കാരത്തിനപ്പുറം കേരള വിദ്യാർത്ഥി യൂണിയന്റെ ഏതൊരു പദവി എന്ന് പറഞ്ഞാലും അത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി, അതുപോലെ തന്നെ പൊതുസമൂഹത്തിന് വേണ്ടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിന് വേണ്ടി വിനിയോഗിക്കാൻ ബാധ്യസ്ഥരായ നാം ഓരോരുത്തരും അതിന്റെ പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി അജാസ് കുഴൽമന്ദം ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ കുറെ മാസങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ആദ്യത്തിനും അക്ഷയ് ഉൾപ്പെടെയുള്ളവർ ഈ ജില്ലയിൽ നിന്നും ജയിൽവാസം ഉൾപ്പെടെയുള്ളവർ അനുഭവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്റെ മുന്നിലിരിക്കുന്ന ഷാജി, ഗണേഷ് ഉൾപ്പെടെയുള്ളവർ ഇവിടുത്തെ SFIയുടെ ഗുണ്ടകളുടെ ക്രൂരമർദ്ദനത്തിന് ഇരയായി മാസങ്ങൾ ഹോസ്പിറ്റലിലും വീടുകളുമായി കിടക്കേണ്ട സാഹചര്യമുണ്ട്. എന്നിട്ടും തളരാത്ത പോരാട്ടവുമായി കൊണ്ട് ഇന്ന് മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ അത് തന്നെയാണ് കേരള വിദ്യാർത്ഥി യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഭിമാനകരമെന്ന് പറയാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമ്മൾ 57 തുടങ്ങിയ പ്രസ്ഥാനമാണ്. ജോർജ് തരകനിൽ നിന്ന് തുടങ്ങി ആദ്യത്തെ പ്രസിഡന്റായിക്കൊണ്ട് ഇന്ന് ആലോചിച്ചേകൾ എത്തി നിൽക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഒരു അഭിമാനത്തോടു കൂടിയിട്ടാണ് ഞാനും നിങ്ങളും ഇവിടെ നിൽക്കുന്നത്. ഞാനൊരു ചെറിയൊരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2 വർഷം മുന്നേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തെരഞ്ഞെടുപ്പ് നടത്തുകയും ആ വോട്ടിന് KSU മുന്നണി തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ AD ബ്ലോക്കിന്റെ മുന്നിൽ നിന്ന് അന്നത്തെ SFIയുടെ ജില്ലാ SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM ആർഷ പ്രസംഗം കേൾക്കുകയുണ്ടായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നല്ല, കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റികളിലും KSU മുന്നണിയെ തൊടാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ആർഷ പ്രസംഗിച്ച കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കുസാറ്റ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ തെരഞ്ഞെടുപ്പ് നടന്നു. നീണ്ട വർഷങ്ങൾക്ക് ശേഷം കേരള വിദ്യാർത്ഥികൾ മത്സരിക്കുകയും കമ്പനി ചുമതല വഴിയിൽ 2 വോട്ടിന്റെ വ്യത്യാസത്തിലാണ് നമുക്ക് യൂണിയൻ നഷ്ടപ്പെട്ടത്. ഇപ്പോ ആർഷോ പറഞ്ഞ വാക്ക് കാലിക്കറ്റ് എന്നല്ല, ഒരു ക്യാമ്പസിലും നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റിയും KSUവിനെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ കാലിക്കറ്റ് ഉൾപ്പെടെയുള്ള കുസാറ്റ് ഉൾപ്പെടെയുള്ള കേരള യൂണിവേഴ്സിറ്റി മെമ്പറും സെനറ്റ് മെമ്പർ ഉൾപ്പെടെയുള്ള KSU പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ 68 KSU ജില്ലാ പ്രസിഡന്റായ ഗോകുൽ ഗുരുവായൂർ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി റഫീഖ് പാറപ്പുറം, ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ, യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൾ, ചേലക്കര കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിനോദ് പന്തലാടി, ഗണേഷ് ആറ്റൂർ, KP ഷാജി, സുരേഷ് കലാമണ്ഡലം, ഷാജി മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്ത ആശംസകൾ അറിയിച്ചു. ഈ പ്രഖ്യാപിച്ചവരിലെ ഏറ്റവും യോഗ്യതയുള്ള ഒരു ജില്ലാ
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മളെല്ലാം പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോൾ പ്രസിഡന്റ് ആവട്ടെ, അല്ലെങ്കിൽ ഭാരവാഹികളാവട്ടെ, നിയോജകമണ്ഡലം ഭാരവാഹികളാവട്ടെ, യൂത്ത് പ്രസിഡന്റ് ആവട്ടെ, എല്ലാം അങ്ങനെ ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കും. ഈ കഴിഞ്ഞ ചേലക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികച്ച രീതിയിൽ രാപ്പകലങ്ങൾ വ്യത്യാസമില്ലാതെ ഏത് നിമിഷം വിളിച്ചാലും ഓടിയെത്തി കേരള വിദ്യാർത്ഥി യൂണിയന്റെ കൊടി കെട്ടുന്നത് മുതൽ പരിപാടി കഴിഞ്ഞ് ആ കൊടി അടിച്ച് തിരിച്ച് വെക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രവർത്തനത്തിലും ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ഇവിടെ സൂരജ് എന്ന് പറയാൻ വേണ്ടി ന്യൂസ് ഡെസ്ക് CCV.